الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان. من زوال الإيمان ومن ظلم السلطان ومن شر الشيطان. يا قديم الإحسان يا غفور يا غفار. ആധ്യാത്മിക കേരളത്തിൻ്റെ നമ്മുടെ നായകൻ ശൈഖുന CM അവറുകളുടെ ഹളറത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാനും നിൽക്കാനുമൊക്കെ കഴിഞ്ഞ പ്രപഞ്ചത്തിലെ ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ കാരണങ്ങൾക്കും നന്ദി. ലക ശുക്ർ വലക്കൽ ഹംദു യാ അല്ലാഹ്. വേദിയിലിരിക്കുന്ന അഭിനന്ദരായ നമ്മുടെ ഉസ്താദുമാർ, ബഹുമാനരായ സഹോദരന്മാരെ, ഒരു പ്രഭാഷണം എന്നതിനപ്പുറം ഇതൊരു പ്രാർത്ഥനയുടെ ഒരുമിച്ച് കൂടലാണ്. ഒരാണ്ടറുതിയുടെ ആത്മരസം നമ്മൾ അനുഭവിക്കുകയാണ്. അല്ലെങ്കിലും ആ തിരുവിശുദ്ധിയുടെ ഹളറത്തിൽ എന്തു പ്രസംഗിക്കാൻ? ജീവിതം കൊണ്ട് ഇസ്ലാമിനെ അടയാളപ്പെടുത്തിയ ആവിഷ്കരിച്ച നായകന്മാരാണ് നമ്മുടെ ആത്മീയ നായകന്മാർ. അവരുടെ മുമ്പിൽ എന്തു പ്രസംഗിക്കാൻ? നെടിയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് പിന്നീട് ചരിത്രത്തിൽ ഇടം നേടിയ നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ മടവൂരിൽ താമസമാക്കിയ ആധ്യാത്മികമായ താവഴിയിലെ ത്വരീക്കകളുടെ സിൽസിലകൾ ജീവിതത്തിൽ ചേർത്തുവെച്ച ഒരു വലിയ പാരമ്പര്യത്തിന്റെ കണ്ണിയുള്ള കുടുംബത്തിൽ ആ കാലഘട്ടത്തിലെ സൂഫി വര്യനും വലിയ മുദരിസും ആയിരുന്ന കുഞ്ഞി മാഹീൻ കോയ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാന്റെ പുത്രനായി, ഇവിടെ ഉമർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ശംസുൽ ഉലമയുടെ ഉമ്മയുടെ സഹോദരിയുടെ മകൾ ഹലീമയുടെ മകൾ ആയിഷ ഹജ്ജുമ്മ എന്നവരുടെ മകനായി AD 1928 പിൽക്കാല കേരളീയ ഇസ്ലാമിക ചരിത്രത്തിന്റെ ആധ്യാത്മിക വഴികളിൽ ശുക്രനക്ഷത്രം പോലെ തെളിഞ്ഞു നിന്ന നമ്മുടെ നായകൻ CM വലിയുള്ള പിറവിയെടുക്കുകയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മലബാറിലെ അഗ്രേസരന്മാരായ പണ്ഡിതന്മാരിൽ നിന്നാണ് ദീനി ഉലൂമുകൾ കരസ്ഥമാക്കിയത്. കുറ്റിക്കാട്ടൂരിലെ ഇമ്പിച്ചാലി മുസ്ലിയാരെ പോലെയുള്ള മഹാരഥന്മാരായ ആലിമീങ്ങളിൽ നിന്ന് ദീനി വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒട്ടു വളർന്നപ്പോൾ മംഗലാപുരത്തു നിന്നും കോഴിക്കോട് വന്ന് താമസിച്ച നക്ഷബന്ദിയ ത്വരീഖത്തിന്റെ ശൈഖ് മുറബ്ബി മൊയ്തീൻ സാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ട ആ മഹാനിൽ നിന്ന് ത്വരീഖത്തിന്റെ വഴികളിലേക്ക് അവിടെ നിന്ന് പ്രവേശിച്ചു. തന്റെ ഉപ്പ ദർസ് നടത്തിയ മുദരിസായ മടവൂർ പള്ളിയിൽ ഖാളിയും മുദരിസുമായി അവിടെ നിന്ന് സേവനമനുഷ്ഠിച്ചു. പഠനകാലത്ത് തന്നെ കിതാബോത്ത് കഴിഞ്ഞാൽ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ചിന്താ നിമഗ്നനായിരിക്കുക ശൈഖ് CM തങ്ങളുടെ ഒരു പതിവായിരുന്നു അത്രേ. ആവശ്യമില്ലാത്തൊരു വർത്തമാനം കുട്ടിക്കാലത്ത് പോലും അവിടെ നിന്ന് സംസാരിച്ചിട്ടില്ല.
വളരെ ചെറുപ്പത്തിലെ തന്റെ പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ ആത്മീയമായ ഒരു സൗരഭ്യത്തിന്റെ സുഗന്ധം ചെറുപ്പം മുതലേ അവിടെ നിന്നുണ്ടായിരുന്നു എന്നാണ്. മൊയ്തീൻ ഹാജിയുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആദ്യം 2-3 മാസവും പിന്നെ തുടർച്ചയായ 8 വർഷവുമൊക്കെ അവിടത്തെയുടെ ഒരു സാന്നിധ്യത്തിൽ സ്വഹബത്തിലായി കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. സ്വഹബത്താണ്, ഈ സഹവാസമാണ് ജനങ്ങളെ വല്ലാതെ മാറ്റിയിട്ടുള്ളത്, അതല്ലാതെ പ്രസംഗങ്ങളല്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാനിയത്തിന്റെ തങ്കത്തിളക്കമാർന്ന ശോഭയാർന്ന വ്യക്തിത്വത്തിന്റെ അരികുപറ്റിച്ച ജീവിച്ച സഹാബത്താണ് നക്ഷത്ര തുല്യരെന്ന് പുണ്യനബി പറയപ്പെടുമാർ മഹത്വത്തിന്റെ ആകാശം കയറിയത്. ഈ സഹവാസം എന്ന് പറയുന്നതിന്റെ പുണ്യമതാണ്. ആ സഹവാസകാലത്തിന്റെ ശേഷം അവിടുന്ന് അലഞ്ഞു നടന്നിട്ടും ഉണ്ട്. മുഹ്യിദ്ദീൻമാലയിൽ പറയുന്നത് പോലെ 10 അലഞ്ഞു നടന്നു എന്ന്, ഒരു ദർവേശായി അലഞ്ഞു നടന്നു എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളെ കുറിച്ച് പറയുന്നു. ഷെയ്ഖ് CM വലിയുള്ള 2-3-4 വർഷങ്ങളോളം അങ്ങനെ നടന്നിട്ടുണ്ട്. അന്വേഷണമായി, അല്ലെങ്കിൽ പ്രണയാതുരനായ ഒരു കാമുകനെ പോലെ, അള്ളാഹുവിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ദർവേശിനെ പോലെ അലഞ്ഞു നടന്നിട്ടുണ്ട്. അത്തരമൊരു കാലഘട്ടത്തിൽ ചിലരെങ്കിലും ഭ്രാന്തനെന്ന് വിളിച്ചിട്ടുണ്ടാകാം. ഇപ്പോഴും അങ്ങനെ പറയുന്ന കുറെ മഹാന്മാരൊക്കെ ഉണ്ടല്ലോ. CM വലിയുള്ളാന്റെ പദവിയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വലിയ ആലിമീങ്ങളാണെന്ന് പറയുന്നവർ സംസാരിച്ചു തുടങ്ങിയ ഒരു കാലത്താണ് നമ്മൾ ഈ ആണ്ടിലും ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അവിടത്തെയുടെ ചരിത്രം പറയുക എന്നതിനേക്കാൾ അവിടത്തെയുടെ സന്ദേശമായിരിക്കും ഈ കാലത്ത് നമുക്ക് അനുധാവനം ചെയ്യാനുള്ള ഒരു മാർഗം. ഇതുപോലെയുള്ള ആത്മീയ സാന്നിധ്യങ്ങളെല്ലാം അള്ളാഹുവിനെ പ്രണയിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പൊ ഞാൻ വരുന്ന ചാവക്കാട്ട് ഒരു വലിയ വരാറുണ്ട്, ബീരാൻ ഔലിയ എന്ന പേരിൽ. മണ്ണാർക്കാട്ടെ അമ്പംകുന്നിന്റെ മലയടിവാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി ബീരാൻ ചാവക്കാട്ടെ കടപ്പുറത്ത് വന്നിട്ട് തിരയടിക്കുന്ന കടലിലേക്ക് നോക്കി അവിടുന്ന് ഒരു പാട്ട് പാടാറുണ്ട്. സബ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ്. നിങ്ങളൊന്ന് പാടി എല്ലാവരും കൂടി പാടാൻ നോക്കി. പക്ഷെ കൊല്ലം ഷാഫിയുടെ പാട്ടൊന്നുമല്ലല്ലോ. ഹസ്ബി റബ്ബി നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്. ബാക്കി ബീരാനൗലിയ പാടിയത് അങ്ങനെയല്ല. കടലും തിരയും ഇല്ലല്ലാഹ്, അങ്ങനെ പാടിയത്. കടലും തിരയില്ലല്ലാഹ്. മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഭാഗമൊന്നും വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. വിടുകയാണെങ്കിൽ ഫുള്ളായി വിടണം, അല്ലെങ്കിൽ വിടാതിരിക്കണം. അല്ലെങ്കിൽ വിവാദമാണ്. ഇപ്പൊ ഈ ഭാഗം വിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാ? കടലും തിരയും ഇല്ലല്ലാന്ന്. അങ്ങനെ ഒരു തൗഹീദുണ്ട്. ഏതെങ്കിലും പാടവരമ്പിലൂടെ നടന്നു പോകവേ ഹരിതാപമായ പ്രദേശങ്ങൾ കണ്ടാൽ, ഇടതൂർന്നു നിൽക്കുന്ന തെങ്ങുംതോപ്പ് കണ്ടാൽ ബീരാൻ ഔലിയ പാടും ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഉറക്കെ പാടിക്കോളി. മദ് സല്ലല്ലാഹ് തെങ്ങും തോപ്പ് ഇല്ലല്ലാഹ്. അങ്ങനെ ഇവിടുന്നു. അത് നമ്മളിനി പാടണ്ടട്ടാ. ഇനി അസർ കഴിഞ്ഞ് മടവൂർ കൂടെ നടന്നിട്ട് തെങ്ങും തോപ്പ് ഇല്ലല്ലാഹ്, വാർപ്പും കെട്ടിടം ഇല്ലല്ലാഹ് ഒന്നും പറയണ്ട. തല്ല് കിട്ടിയ ഞാൻ ഉത്തരവാദിയല്ല. ഇത് ശ്രീശങ്കരന്റെ അദ്വൈതവാദമല്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്ത ഒന്ന് എന്നാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത ഒന്നാണ്, അല്ലേ? ജുസുഇല്ലാ ജതയസ്സയാണ്. പക്ഷെ ആ കാലത്തെ കുറെ ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ചു, കുറ്റപ്പെടുത്തി, ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇവരൊക്കെ പറയുന്നത്? ഇത് ഇവരുടെ ഒരു കാലഘട്ടമാണ്. പ്രണയം മനസ്സിൽ നിറഞ്ഞു പൊന്തുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ അള്ളാഹുവിനെ പേടിച്ച ആൾക്കാരാണ്.
പേടിച്ച് പേടിച്ച് ആൾക്കാർ പള്ളിക്ക് തന്നെ പോവാതെ ഇപ്പം ഭയങ്കര പേടിയ നമുക്ക് അള്ളാഹുവിന്. പക്ഷെ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അള്ളാഹുവിനെ പ്രണയിക്കുകയായിരുന്നു. അതാണ് നമ്മളവർ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മുടെ ഇബാദത്തിനൊന്നും ഒരു രസം ഇല്ലാതെ പോയത്. ഇപ്പൊ നോമ്പ് കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്തെല്ലാം വീണ്ടും റമദാൻ വരും, നമ്മൾ വീണ്ടും നോമ്പ് വെൽക്കും, പൊറാട്ട ഇറച്ചൊക്കെ വീണ്ടും കഴിക്കും, നോമ്പ് തുറ നടത്തും, പെരുന്നാൾ കഴിക്കും, അത് അടുത്തെല്ലാം പിന്നെയും വരും. ഇതൊക്കെ ഒരു ചടങ്ങാണ്. പക്ഷേ CM വലിയുള്ളാനെ പോലെയുള്ള അള്ളാഹുവിനെ പ്രണയിച്ച ആരിഫീങ്ങൾക്ക് അത് ജീവിതത്തിന്റെ മനസ്സിന്റെ ഒരു ആവിഷ്കാരമാണ്. അള്ളാഹുവിനെ പ്രണയിക്കുക. ഞാനും അള്ളാഹുവും അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്നൊരവസ്ഥ ആദ്യം വരും. അത് പ്രണയം. ദാറ്റ് ഇസ് എ പവർ ഓഫ് ലവ്. സ്നേഹത്തിന്റെ ഒരു ശക്തിയാണത്. ഒന്നുകൂടി സ്നേഹം കനത്താൽ ഞാൻ പോലുമില്ല, അള്ളാഹു മാത്രമാണ് എന്നൊരു ചിന്ത വരും. ഞാനില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ, വേറൊരു വസ്തുവില്ല. സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ താരാപഥങ്ങളോ മാമലകളോ സമതലങ്ങളോ ആറുകളോ പുഴകളോ ജലാശയങ്ങളോ ഈ ബ്രഹ്മാണ്ഡ കടാകത്തിൽ ഒന്നുമില്ല. നിതാന്തമായ ശൂന്യത, നിതാന്തമായ ശൂന്യത. ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രം. പിന്നെ അതൊന്നുകൂടി പോയിട്ട് അല്ലാഹ് എന്ന് പറയുന്നൊരവസ്ഥ വരും. അതൊന്നും പറയാനുള്ള ആധ്യാത്മികമായ ജ്ഞാനമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. ഒന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ ഹൂ എന്നൊരവസ്ഥയിലേക്ക് വരും. സ്നേഹത്തിന്റെ അവാജ്യമായ ഒരു അനുഭൂതിയുണ്ട്. ഒന്നുകൂടി ലയിച്ചു കഴിഞ്ഞാൽ ഹാ എന്നൊരവസ്ഥയിലേക്ക് വരും. നമ്മൾ റാത്തീവിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ജമാഅത്ത് ഒരു മുജാഹിദൊക്കെ നമ്മളെ കളിയാക്കി, ഇവർ കുംഫു പഠിക്കുകയാണെന്ന്. ഹാ ഹൂ ഹീ ഹൈ. യഥാർത്ഥത്തിൽ അതിന്റെ ആധ്യാത്മികമായ ഒരു അവസ്ഥയിൽ ലയിച്ചു പറയേണ്ട വാക്ക് തന്നെയാണത്. അതിങ്ങനെ കുട്ടികളെന്ന് വിളിച്ച് ചെല്ലിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ചിരിക്കണ്ടാവും. ഹാ ഹൂ ഹീ ഹൈ. ശരിക്കതൊരു ദിക്റാണെങ്കിലും ദിക്റിന്റെ പുണ്യം കിട്ടുമെങ്കിലും അതിന്റെ അപ്പുറം അതൊരു ആവിഷ്കാരമാണ്, പ്രണയത്തിന്റെ ഒരു ആവിഷ്കാരമാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ രസം കിട്ടിയ ആളുകളാണ് CM വലിയുള്ളാനെ പോലെയുള്ള ആളുകൾ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വേണ്ട, രോഗം വേണം ചെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പ്രണയം മനസ്സിൽ നിറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയിൽ പറയുന്നതാണ്. അലാമത്തു ഹുബ്ബില്ലാഹ് ദവാമു ദിക്രില്ലാഹ്. ഒരാളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം അയാൾ എപ്പോഴും സ്നേഹിക്കുന്നയാളെ ഓർക്കുന്നതാണ്. നമ്മളൊരാളെ സ്നേഹിച്ചാൽ അയാളെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതാണ് സ്നേഹത്തിന്റെ അടയാളം. സിമ്പിൾ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അടയാളം. അതാണ് വീരാനൗലിയെ പറഞ്ഞത്, കടലും തിരയും ഇല്ലല്ലാഹ്. അതിപ്പോ മുഅ്മിനീങ്ങളെ നമുക്കറിയാലോ. ഈ ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഇത്തരം ഒരു സദസ്സിൽ ഞാനത് പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ കണ്ണിന്റെ മുമ്പിൽ വാപ്പിയുണ്ടെങ്കിലും കാണാൻ പറ്റൂല, അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയൂല. അവന്റെ മനസ്സിലും കണ്ണിലും ഒക്കെ അവൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അവൻ മാത്രമായിരിക്കും. അത് സ്നേഹത്തിന്റെ ഒരു ശക്തിയാണ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നതിനോടുകൂടെ സ്നേഹിക്കുകയും ചെയ്തു. സലാസുൻ മൻ കുന്ന ഫീ വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു ടേസ്റ്റുണ്ട്, ഈമാനിന് അനുഭവഭേദ്യമായ ഒരു രുചിയുണ്ട്. തിരുദൂതരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പുണ്യനബി പറയുകയാണ്, ഈമാനിനൊരു മധുരമുണ്ട്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. 3 വിഭാഗം ആളുകൾക്ക് അത് ലഭിക്കും. ഒന്ന് പറഞ്ഞത് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എന്നാണ്. മിമ്മ സിവാഹുമ, ഈ പ്രപഞ്ചവും അതിലുള്ള എല്ലാത്തിനെക്കാട്ടിലും അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾ പ്രണയിച്ചാൽ അയാൾക്ക് ഈമാനിന്റെ മധുരം ലഭിക്കും എന്നതാണ്. നമ്മൾ അള്ളാഹുവിനെ പേടിക്കുക മാത്രം ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ മധുരം കിട്ടിയിട്ടുണ്ടാകില്ല. തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ നമുക്കൊരു ബിരിയാണി കഴിച്ച സുഖമൊന്നും കിട്ടണില്ല.
ഇന്നിപ്പോ ളുഹ്ർ കഴിഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് കുടിച്ചതുപോലെയുള്ള സുഖമൊന്നുമില്ല. തറാവീഹ് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ സഫിൽ നിന്ന് താഴോട്ടും മുന്നോട്ടും കയറിയിരിക്കുകയാണ്. എന്തുട്ടാണ് ഇരുത്തത്തിന്റെ അർത്ഥം? അവനാകെ വലിയൊരു ഭാരം ചെയ്ത് തീർത്തതുപോലെ, വലിയ ഒരു സംഭവം ചെയ്ത് തീർത്തതുപോലെ ഇങ്ങനെ ഡിസ്കിന് കംപ്ലൈന്റ് ആയി, ആകെ ശ്വാസം മുട്ടലായി, ഭയങ്കര ഇടങ്ങാറാണ് നമുക്ക്. ഖുബൈബ് റളിയല്ലാഹു അൻഹു തൻഈമിൽ കുരിശിൽ കിടന്ന് കയറ്റുന്നതിന്റെ മുമ്പ് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, സമയം തരുമോ നിങ്ങൾ? സമയം അനുവദിച്ചു, നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞത്, വല്ലാഹ്, പടച്ച തമ്പുരാനെ തന്നെ സത്യം, ഞാനിപ്പോൾ അനുഭവിച്ച ഒരു സായുജ്യമുണ്ടല്ലോ, നിസ്കാരത്തിന്റെ ഒരു സായുജ്യം. ഞാനതിൽ ലയിച്ച് സലാം വീട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും, ഖുബൈബിന് മരിക്കാൻ പേടിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും സലാം വീട്ടില്ലെന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു. അപ്പൊ മുഅ്മിനീങ്ങളെ, ഇവർ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അള്ളാഹുവിനെ സ്നേഹിക്കുക കൂടി വേണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരുടെ ചരിത്രത്തിലുണ്ട്, ഷെയ്ഖ് സിഎം വലിയുള്ള ങ്ങളുടെ ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ ഓർക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ജീവിതം മൊത്തം ആരാധനയായി മാറും. ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. അള്ളാഹുവിന് അങ്ങോട്ട് പെരുത്തിഷ്ടം വരും, അള്ളാഹ്ക്ക് പെരുത്ത് ഇങ്ങോട്ടും ഇഷ്ടം വരും. അള്ളാഹുവിനെ നമുക്കിഷ്ടമാണെന്നൊക്കെ അങ്ങോട്ട് പറയാം, പക്ഷെ അള്ളാഹുവിന് ഇങ്ങോട്ടും ഇഷ്ടം വരണം. അപ്പോഴാണ് സ്നേഹം പരിപൂർണമാകുന്നത്. അല്ലെങ്കിൽ 1 വേ ട്രാഫിക് സ്നേഹമായിരിക്കും. ഈ കാലത്ത് ലോകത്തുള്ള സ്നേഹം മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം തോന്നണം. നമ്മളിപ്പോ മുസ്ലിങ്ങളാണ്, അഭിമാനിക്കുന്നു നമ്മളതിൽ. അള്ളാഹു അങ്ങനെ തന്നെ മരിപ്പിക്കട്ടെ. രണ്ടാമത്തെ ഒരു പദവിയുണ്ട്, മുഅ്മിൻ എന്ന് പറയുന്ന ഒരു പദവി. സത്യത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. മുഅ്മിൻ കഴിഞ്ഞാൽ അടുത്തൊരു പദവി വരും, മുഹിബ് എന്നൊരു പദവി. ആ പദവിയിലെത്തിയാൽ അള്ളാഹു നമുക്കൊരു രോഗം തന്നാലും പിന്നെ പടച്ചോനെ നീ എന്നെ ഇടങ്ങറാക്കിയല്ലോ എന്ന് ആരും പറയില്ല. കാരണം സ്നേഹിക്കുന്ന ആളുടെ സമ്മാനമാണ് ഈ ദുഃഖം. അതിന് എനിക്ക് പ്രശ്നമില്ല. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങ് മരിപ്പിച്ചു കളഞ്ഞാലും നമ്മളൊന്നും പറയില്ല, പടച്ചോനെ നീ തന്നു, നീ തിരിച്ചെടുത്തു. നമ്മുടെ സമ്പത്ത് അള്ളാഹു തിരിച്ചെടുത്തു, എന്നാലും നമ്മളൊന്നും പറയില്ല. കാരണം അവൻ മുഹിബ്ബാൻ. സ്നേഹിക്കപ്പെടുന്ന ആൾ എന്ത് ചെയ്താലും എനിക്ക് സ്വീകാര്യമാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഹളറത്തിൽ ശിഷ്യന്മാർ വന്നു പറഞ്ഞില്ലയോ, നമ്മുടെ കപ്പൽ നശിച്ചു പോയിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി തങ്ങൾ അവസാന കാലത്ത് നല്ല പണക്കാരനായിരുന്നു. 2 എക്സ്പോർട്ട് ചെയ്യുന്ന കപ്പലുണ്ടായിരുന്നു അവർക്ക്. ഇത് വെച്ചിട്ടൊക്കെ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇത്തരം ഒരു വേദിയിലൊന്നും പറയണില്ല. ഷെയ്ഖ് ജീലാനി കുത്തിപ്പിടിച്ച വടിയുടെ മുകളിൽ പതിച്ച ഒരു രത്നക്കല്ലിന്റെ വില നൈസാമിന്റെ കൊട്ടാരത്തിൽ പോലും ഉണ്ടായിട്ടില്ല പിൽക്കാലത്ത്. അത്ര വില പിടിപ്പുള്ള ഒരു വടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അവിടത്തെ മനസ്സിൽ അത് കയറിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ചില കുട്ടികള് എന്നിട്ട് അത് ഫത്വയാക്കി പറയാ, ഞങ്ങളുടെ ഉസ്താദിന്റെ വണ്ടി ടയർ വാങ്ങാൻ നിങ്ങൾക്ക് പറ്റുമോ? നമുക്കെന്താ ടയർ കച്ചവടാന്നാണ് ഇവരൊക്കെ വിചാരം. മുഅ്മിനീങ്ങളെ, അപ്പോ കപ്പല് നശിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണ് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കൂലേ മുഅ്മിനീങ്ങള്? നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ലേ? എന്തിന് കപ്പലൊരു വണ്ടി ആക്സിഡന്റ് വിട്ടു പറഞ്ഞാൽ നമ്മൾ മരിക്കൂലേ? ഷെയ്ഖ് ജീലാനി തങ്ങള് ശിരസ് നെഞ്ചത്തേക്ക് താഴ്ത്തി മുറാക്കബയുടെ വല്ലാത്തൊരു മുഹൂർത്തം, എന്നിട്ട് തലയുയർത്തി പറഞ്ഞു അൽഹംദുലില്ലാ. ഒരു നാശമുണ്ടായാൽ ഇന്നാലില്ല എന്നല്ലേ ചൊല്ലേണ്ടത്? ഇതെന്താണ് അൽഹംദുലില്ലാ? സമയം പിന്നെയും കഴിഞ്ഞു. വേറൊരു ശിഷ്യൻ വന്ന് പറഞ്ഞില്ല, അത് നമ്മുടെ കപ്പലല്ല, അത് ഇൻഫർമേഷനിൽ പറ്റിയൊരു പിഴവാണ്, അത് വേറെ ആരെയാണ്. നമ്മളാണ് ഈ ചാടി എഴുന്നേറ്റ് പടച്ചോനെ നീ എന്നെ കാത്തുട്ടോ, ഞാൻ സിഎം വലിയുള്ളാനെ കൊടുക്കും, ഒരു ചാക്കാരി എന്തായാലും കൊടുക്കാം. ആദ്യം നമ്മൾ കൊടുക്കൂല, നമ്മുടെ കാര്യം നടന്നാലേ നമ്മൾ കൊടുക്കുള്ളൂ, അത് വേറെ കാര്യം. ആദ്യം കൊടുക്കും മുഅ്മിനീങ്ങളെ, എവിടേക്ക് നേർച്ചയാക്ക്, എന്നിട്ട് അതിനെ തവസ്സുൽ ചെയ്തിട്ട് പറ, ഞാന് എന്റെ കാര്യം നടന്നാ ഒരു അരി തരാന്ന് പറയണൊക്കെ ഒരു പരീക്ഷണല്ലേ.
അങ്ങനെ ലഭിക്കില്ല അതൊന്നും ഞാൻ പറയണില്ല. ആദ്യം ഓഫർ കൊടുക്ക്. ഇതിന്റെ കീഴിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. 5 പൈസ പോലും മിസ്യൂസ് ചെയ്യപ്പെടാത്തൊരു സ്ഥാപനമാണിത്. ഇവിടെ അറബിക് കോളേജ്, യത്തീംഖാനകളൊക്കെ നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അതാണ് അവർ മരിച്ചാലും അവരുടെ ആധ്യാത്മികമായ സാന്നിധ്യം കൊണ്ട് ഇൽമിന്റെ ഒരു പ്രകാശമായി ഈ ഗ്രാമം മാറുകയാണ്. ഇവിടുന്ന് അറിവ് സ്വീകരിച്ച ആളുകൾ കേരളത്തിലേക്ക് ഈ ജ്ഞാനത്തിനെ പ്രസരണം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടൊന്നും വെറുതെ ആകില്ല. അല്ലാഹു ഖൈറാക്കട്ടെ. ശൈഖ് ജീലാനി തങ്ങൾ നെഞ്ചത്തേക്ക് തല താഴ്ത്തി പിന്നെ ഉയർത്തിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലയുടെ അർത്ഥം എനിക്കും നിങ്ങൾക്കും അറിയാം. നമുക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. സദസ്സ് പിരിയുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ആദ്യത്തെ അൽഹംദുലില്ല എന്തിനാ? അപകടമുണ്ടായാൽ അങ്ങനെയല്ലല്ലോ ചൊല്ലേണ്ടത്. അപ്പൊ പറഞ്ഞത്, ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് നോക്കി, കപ്പൽ നശിച്ചു, മുങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോൾ ഇപ്പോഴുള്ള എന്റെ മനോവികാരത്തിൽ, നാഥനോടുള്ള ബന്ധത്തിൽ, അള്ളാഹുവിനോടുള്ള ഹുബ്ബിൽ വല്ല കുഴപ്പവും പറ്റിയോ? പടച്ചോനെ, ദുനിയാവിന്റെ ഒരു കാര്യം നശിച്ചപ്പോൾ ഇല്ല. എന്റെ മനസ്സ് റിലാക്സ്ഡ് മൈൻഡാണ്, ഞാൻ ശാന്തമായ മനസ്സാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, അത്തരമൊരു മനസ്സ് തന്ന റബ്ബേ നിനക്ക് നന്ദി എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ അപകടത്തിൽ പെട്ടില്ല എന്ന് പറഞ്ഞപ്പോഴോ അത് സാധനം തിരിച്ചു കിട്ടിയ ആഹ്ലാദത്തിലല്ല. പിന്നെയോ, പടച്ചവനെ എന്റെ അല്ല എന്നറിഞ്ഞപ്പോൾ അമിതമായ ഒരാഹ്ലാദം, ഇപ്പോഴുള്ളതിനേക്കാൾ എന്നൊരു സന്തോഷം എനിക്ക് തോന്നിയോ? ഇല്ല. എന്റെ മനസ്സിപ്പോഴും അതേപോലെയാണ്. എല്ലാം ലില്ലാഹിയാണ്, എല്ലാം മിനല്ലാഹിയാണ്, എല്ലാം മിനല്ലാഹിയാണ്, എല്ലാം നാദങ്കനിൽ നിന്ന്, എല്ലാം നാഥനിൽ നിന്ന്, എല്ലാം നാഥനിലേക്ക്. ഇതാണ് ഒരു ദർവേശിന്റെ മനോവികാരം. അത് മുഹിബായ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു സ്റ്റേജിൽ ലഭിക്കുന്ന ഒന്നാണ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മുഹിബായ ഒരാൾ മുത്തഖിയായി മാറും. അതതിന്റെ 4ാമത്തെ ഒരവസ്ഥയാണ്. മുത്തഖിയായി മാറും. പിന്നെ വഅദൊന്നും കേൾക്കേണ്ടി വരില്ല. ഇതൊന്നും കിട്ടിയ ആളല്ല കേട്ടോ ഈ സംസാരിക്കുന്നത്. അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് പറയാം. അല്ലാഹു നമ്മളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. മുത്തഖിയാകും. പിന്നെ അടുത്തൊരു പോസ്റ്റ് കൂടി വരും. അങ്ങനെ ഒരവസ്ഥ കഴിഞ്ഞാൽ പിന്നെ മുത്തുമഇന്ന എന്നൊരവസ്ഥയിലേക്ക് വരും. നിതാന്തമായ ശാന്തത, സ്വച്ഛന്തമായ ശാന്തത, നിത്യശാന്തി. യാ അയ്യതുഹൻ നഫ്സുൽ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തിയടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. അല്ലാഹു ഇങ്ങോട്ട് തൃപ്തിപ്പെട്ടതുപോലെ അങ്ങോട്ടും തൃപ്തമായ ശാന്തമായ ആത്മാവേ, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹുവിനെ കുറെ ആൾക്കാരുള്ള രാജ്യത്ത്, അതെ, അള്ളാഹുവിനെ കാണുന്ന ഒരു മുഹൂർത്തം ഇതിന് സമ്മാനമായി അള്ളാഹു നൽകും. 14ാം രാവിലെ പൂർണ്ണ ചന്ദ്രനേക്കാൾ പ്രശോഭിതമായി ജമാലിയത്തിന്റെ, ജലാലിയത്തിന്റെ, നൂറാനിയത്തിന്റെ കമാലായ അല്ലാഹു റബ്ബുൽ ഇസ്സ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടും. അരൂപിയായ തമ്പുരാൻ, കൈകളും കാലുകളുമില്ലാത്ത, അവയവങ്ങളില്ലാത്ത, മാറ്ററില്ലാത്ത, മാസില്ലാത്ത, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അരൂപിയായ റബ്ബുൽ ഇസ്സത്ത് ഫേസ് ടു ഫേസ് സ്വർഗത്തിൽ കണ്ടുമുട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് അതിന് സമ്മാനമായി നൽകുന്നത്. അപ്പൊ നമ്മൾ മുസ്ലിമായിട്ട് ഈ ലോ ക്വാളിറ്റിയിൽ തന്നെ തുടരണമോ എന്ന് ആലോചിക്കുക. മുസ്ലിമാകാൻ വലിയ പണിയൊന്നുമില്ല. മുസ്ലിമായ വാപ്പാന്റെയും ഇമ്മാന്റെയും മക്കളായി ജനിച്ചാൽ മതി. നമ്മളിപ്പോ അങ്ങനെയാണല്ലോ. അല്ലെ ഈ പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാമിൽ പോയിട്ടൊരു കടലാസ് കിട്ടിയാലും മതി. അങ്ങനെയൊക്കെ ഇപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞ. പക്ഷെ മുഅ്മിനാകുമ്പോ കുറച്ച് പ്രശ്നമാണ്.
ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. അങ്ങനെ ഒരു പ്രസംഗത്തിന് പറ്റിയ അവസരവും സാന്നിധ്യവും അല്ല ഇവിടെ. നിങ്ങളുടെയൊക്കെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു കൊട്ടേഷൻ വയലുമായി പറയാൻ പറ്റിയ വേദിയല്ല ഇത് മോമിനില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ നിങ്ങൾ ധരിപ്പിക്കുക. ഇവിടെ ഒരു മഹാൻ കിടന്നുറങ്ങുന്നുണ്ട്. അവരുടെ ഹളറത്തിൽ നിന്ന് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ അധികം ആൾക്കാരൊക്കെ സിയാറത്തിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ നോക്കി എൻ്റെ ശ്രദ്ധ പോകും. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ നിർത്തും. അപ്പോൾ ഹബീബിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നല്ല പ്രസംഗം നടത്തുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നന്നായി പ്രസംഗിക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. എന്താ നമ്മൾ പറഞ്ഞത്? അങ്ങനെ 4-5 പദവികളുണ്ട്. ഈ സുലൂക്കിന്റെ പദവികൾ കയറിയ ആളാണ് മഹാനായ CM വലിയുല്ലാഹി. അതുകൊണ്ടല്ലേ നമ്മൾ അവരുടെ ഹളറത്തിൽ വരുന്നത്, അവരുടെ ആത്മീയമായ സാന്നിധ്യത്തിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നത്, നമ്മുടെ സങ്കടം പടച്ചതമ്പുരാനോട് പറയുന്നത്, അവരുടെ തന്നെയും ഹളറത്തിൽ അവരോട് തന്നെയും നമ്മൾ പറയുന്നത്. അതുകൊണ്ടല്ലേ. എന്തുകൊണ്ട്? അള്ളാഹു സ്നേഹിച്ച ആളാണ്, അള്ളാഹുവിനെ സ്നേഹിച്ച ആളാണ്. ആ ഔദാര്യം കൊണ്ട് എന്റെ കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണമേ എന്നാണ് ഈ അപേക്ഷയുടെ, ഈ ആപ്ലിക്കേഷന്റെ അർത്ഥം. അതാണ്. നമുക്കങ്ങനെ ആകാൻ പറ്റുമോ എന്നാണ് ഈ ആണ്ടിൽ നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്കതിനൊന്നും ഒഴിവില്ല, ഞാൻ എന്റെ കാര്യമൊക്കെ ഇവിടെ വന്ന് പറയാമെന്ന് മാത്രം ചിന്തിക്കരുത്. എനിക്ക് കുറച്ച് പ്രയാസമാണ് അല്ലേ? അതിന് ഗീബത്ത് പറയാൻ പറ്റില്ല, അതിന് നമീമത്ത് പറയാൻ പറ്റില്ല, അതിന് മോശം പറയാൻ പറ്റില്ല, അതിന് കളവ് നടത്താൻ പറ്റില്ല, അതിന് മാനദണ്ഡങ്ങൾ ഉണ്ടാവും. അതൊന്നും പാലിക്കാൻ എനിക്ക് പറ്റൂല. എന്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് ഓരോരുത്തർക്കും അങ്ങനെ ആയിക്കൂടാ? അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ. അതുകൊണ്ട് ഈ ഹളറത്തിൽ പോയി ദ്വയരക്ക് പടച്ചവനെ ഇവരുടെ മാതിരി ഇന്നെ ആക്കണേന്ന്. അത് നമ്മുടെ ഭൗതികമായ കാര്യം നടക്കാനല്ല, വിസ കിട്ടാനും പാസ്പോർട്ട് കിട്ടാനും വേണ്ടി മാത്രമല്ല, അത് അതിൽ നടക്കും. വേറെ ഒരു സായുജ്യമുണ്ട്. ാണ് ഖയാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമി വമത്വാക ഫീ ഖൽബി ഫഅൈന തഗീബു ഖയാലുക ഫീ ഐനി. എന്റെ കണ്ണിൽ നീയാണ് തമ്പുരാനെ, എന്റെ കണ്ണിന്റെ ദൃശ്യവിസ്മയം മുഴുവൻ നീയാണ് തമ്പുരാനെ. വദിക്റുക ഫീ ഫമീ, എന്റെ ചുണ്ടിന്റെ മന്ത്രമോ നീയാണ് തമ്പുരാനെ. വമത്വാക ഫീ ഖൽബി, എന്റെ ഹൃദയത്തിലാണ് നീ. ഫഅൈന തഗീബു, പിന്നെ നീ എവിടെ പോയി മറയാനാണ്? പിന്നെ നീ എവിടെ പോയി മറയാനാണ്? അതുകൊണ്ടാണ് ബീരാൻ ഔലിയ ചാവക്കാട്ട കടപ്പുറത്ത് നിന്നിട്ട് തിരയടിക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളോട് പറഞ്ഞത്, കടലും തിരയും ഇല്ലല്ലാഹ് ഫഅൈന തഗീബു. ഇതാണ് ആരിഫീങ്ങളുടെ മാനിഫെസ്റ്റോ. ഇതാണ് അള്ളാഹനെ സ്നേഹിച്ച ദർവേശുകളുടെ മുദ്രാവാക്യം. ഇതാണ്. ഇവിടെ അന്തിയിറങ്ങുന്ന നമ്മുടെ നായകൻ ശൈഖ് CM വലിയുല്ലാഹ് അള്ളാഹനെ പ്രണയിച്ചപ്പോൾ അള്ളാഹു വാഗ്ദാനം ചെയ്തതല്ലേ, നീ എന്റെ അടിമ എന്നിലേക്കൊരു ചാണെടുത്താൽ ഞാനൊരു മുഴം. എന്തൊരു വാക്കാണ് ഹബീബെ അത്. നമ്മുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ടൊന്നുമല്ല ഈ പറയണത്, നമ്മുടെ നാട്ടിലെ കൂട്ടുകാരനല്ല ഈ പറയണത്, പടച്ച തമ്പുരാനല്ലേ പറയും. ഞാൻ ഇങ്ങോട്ട്
ഒരു ചാണെടുത്ത ഒരു മുഴമടക്കസ്റ്റാന്ന് ആരെ പറയണത്? അല്ലാഹു. നിങ്ങൾ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ ഓടി വരുംന്ന് അല്ലാഹു. കോരിത്തരിക്കേണ്ട വാക്കല്ലേ അത്? ഈ പടച്ചോനെ ഞങ്ങൾ പേടിച്ച് നമ്മളൊരു ബേജാറിലായിരിക്കണം. പേടിക്കേണ്ടെന്നൊന്നും ഈ പറഞ്ഞ അർത്ഥമല്ല കേട്ടോ. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നില്ല ഒരിക്കലും. ഖൽബുൽ മുഅ്മിൻ ബൈനൽ ഖൗഫി വറജാ. മുഅ്മിനിന്റെ ഹൃദയം പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും മധ്യേയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേടിച്ചിട്ടുള്ള എന്താ കാരണം? സകല വയതിലും പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ഞാനത് പറയണില്ല. എന്തായാലും എല്ലാ വയതിലും പേടിപ്പിക്കലാണ്. സ്നേഹിക്കണേന്ന് പറയണേയില്ല. അല്ലാഹു കാരുണ്യവാനാന്ന് നമ്മൾ പറയണേയില്ല. ഇത് തിരിച്ചറിഞ്ഞവരാണ് CM വലിയുള്ള. ഞാൻ എന്തു പറയുമ്പോൾ അവരിലേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ വേറെ ഒരു ഉദാഹരണം ഇപ്പൊ ഈ സദസ്സിലില്ലല്ലോ. അവരുടെ ഹളറത്തിലല്ലേ നമ്മൾ പറയണത്. പടച്ചോന്റെ കാരുണ്യം, ദിവ്യമായ കാരുണ്യവും തിരുനോട്ടവും കിട്ടിയവർക്ക് അത് കിട്ടിയ ഒക്കെ കിട്ടും. മമ്പുറത്തെ തങ്ങള് ഒരു യാത്ര പോവുകയാണ്. ഖുതുബുസ്സമാൻ മൗലദ്ദവീല, യമനിന്റെ സൗഗന്ധികം. ഒരു പള്ളി കയറി നിസ്കരിക്കുകയാണ്. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞപ്പോ കൈയഴിച്ചു, വേറെ നിസ്കരിച്ചു. അപ്പോ നിസ്കാരം കഴിഞ്ഞ ആൾക്കാർ ചോദിച്ചു, തങ്ങളുപ്പാപ്പാ എന്തുട്ടാണ് വേറെ നിസ്കരിച്ചത്? നിങ്ങൾ മാറി കൈയിട്ടല്ലോ, എന്താണത്? അപ്പൊ പറഞ്ഞു, ഈ പള്ളിയിൽ ചാണകം മണത്തിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല. ആൾക്കാരൊക്കെ പരിശോധിച്ചു, പടച്ചോനെ ആരാണ് ഈ പള്ളി ചാണകം കയറ്റിയേക്കുന്നത്? പക്ഷെ പള്ളിയിൽ ചാണകം ഒരു മിനിറ്റ് വിഷയത്തിൽ നിന്ന് മാറിയിട്ടൊരു കാര്യം പറയാം. മദീനത്തെ പള്ളിയിൽ അവരിങ്ങനെ ഇരിക്കുക, ഈ ഇജാസത്ത് കൊടുക്കലൊക്കെ അതിനൊരു പുണ്യുണ്ട് എന്ന് പറയാൻ കൂടി കൂട്ടിച്ചേർത്ത് പറയാം. ഒരു സഹാബി ഇങ്ങനെ ഇരിക്കുക, 2-3 ദിവസം ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് വീട്ടിലൊന്നും പോണില്ലല്ലോ, എന്താണ് ഇങ്ങനെ ഇരിക്കണത്? അവ പറഞ്ഞു, എനിക്ക് ആത്മഹത്യ ചെയ്യണം നബിയേ, എനിക്ക് മരിക്കണം നബിയേ. യാ അല്ലാഹ്, ആരത് പറയണത്? സഹാബി ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈമാൻ പോണ വർത്താനല്ലേ? പുണ്യനബി ചോദിച്ചു, എന്താണ്? കടം കൊണ്ട് വല്ലാത്ത ദുരിതമാണ് റസൂലേ, വീടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ പ്രയാസമാണ് ഹബീബേ, കട്ടല കയറിയാൽ പ്രയാസമാണ് റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം ചോദിച്ചപ്പോൾ പറഞ്ഞു, 2 ഭാര്യമാർ, 12 മക്കൾ, ഒടുക്കത്തെ കടം, അതുകൊണ്ട് ഞാൻ മരിക്കുക. പുണ്യനബി പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തേക്ക് ഇരിക്കേ. പുണ്യ റസൂലുള്ളാഹിന്റെ കാൽമുട്ടിനോട് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ കാൽമുട്ട് ചേർത്ത് വെച്ചു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയുടെ നെഞ്ചത്തേക്ക് ഒരടി കൊടുത്തു, ഒരു തട്ടല് പോലെ ഒരടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസാമ, ഉമാമ, ഉമാമയുണ്ട്, തെറ്റി പറഞ്ഞതാ, ഉമാമ, ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരാം. പുണ്യനബി ഇജാസ നൽകുകയാണ്. ഖുർആനിലെ എല്ലാ ആയത്തുകൾക്കും ബഹുമാനമുണ്ട്, പുണ്യുണ്ട്, ചില ദിക്റുകൾക്ക് പുണ്യുണ്ട്, ഒക്കെ ശരി. പക്ഷെ അതൊരാളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇപ്പൊ CM വലിയുള്ള തങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ കുറെ ആൾക്കാർ സദസ്സിലുണ്ടാവും, പുണ്യം കിട്ടിയ ഭാഗ്യവാന്മാർ. മാഷാ അല്ലാഹ്. അതിനൊരു ആധ്യാത്മികമായ സുലൂക്കിന്റെ താഴ്വഴിയുണ്ട്, അതിന് വലിയ പവറും തന്നെയാണ്. റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, ഉമാമാ, നിന്റെ ഭാര്യമാരോടും മക്കളോടും നീ പറ, 7 ദിവസം ഇത് ചെല്ലാൻ പറ, 7 ദിവസം ചൊല്ലിക്കഴിഞ്ഞ് എന്നെ കാണാൻ പറ, വരൂ. അപ്പൊ എണ്ണത്തിന് പ്രത്യേകതയുണ്ട്, അവര് പറയുന്ന ദിവസത്തിനും പ്രത്യേകതയുണ്ട്. നമ്മൾ 70,000 ദിക്റില്ല എന്ന് പറഞ്ഞിട്ട് 1,00,000 ചൊല്ലിട്ട് ഇന്നിപ്പോ ഏതായാലും അധികമായാലും ഒന്ന് ചിന്തിക്കരുത്, അല്ലേ? നമ്മൾ മരിച്ചോടത്തൊക്കെ 70,000 ദിക്റെല്ലാം പറഞ്ഞു 1,00,000 അങ്ങോട്ട് ചെല്ലും. അത് കുഴപ്പമില്ല, അധികമല്ലേ? അത് കുഴപ്പം തന്നെയാണ്. ഒരെണ്ണം പറഞ്ഞാൽ ഇവ 33 സുബ്ഹാനല്ലാഹ് വേറെ ഒരു 100 എണ്ണൊക്കെ ചൊല്ലിക്കൂടെ? ഒരെണ്ണം പറഞ്ഞാൽ അതിലൊരു പ്രത്യേകത ഉണ്ട്. അത് 69,999 ആകരുത്. അപ്പൊ ദിക്റിലും ഇരുന്ന് ഉറങ്ങരുത്, ഈ മുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഇന്ന് ഉറങ്ങരുത്. ഉറങ്ങുന്നവരൊക്കെ ക്യാൻസൽ ചെയ്യണം ദിക്ർ മജ്ലിസ്.
അത് ശരിയായ ഒരു രീതിയല്ല. ശൈത്താൻ വരും അത്തരം സദസ്സുകളിൽ. അതൊരു സായുജ്യത്തോടെ ചെല്ലേണ്ടതാണ്. പോട്ടെ, അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇജാസത്തിന് മഹത്വമുണ്ട്, എണ്ണത്തിന് മഹത്വമുണ്ട്, ഇനിയൊരു ദിവസം പറഞ്ഞതിന് മഹത്വമുണ്ട്. അതൊരു മഹാനായ മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്നതിനും മഹത്വമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മഹത്വമുണ്ട്, അത് നമ്മൾ ചൊല്ലിയാലും മഹത്വമുണ്ട്. പക്ഷേ ഒരു മഹാനിൽ നിന്ന് ഇജാസ പ്രകാരം നമുക്ക് ലഭിച്ചാൽ അതിനൊരു താവഴിയുണ്ട്. അവർക്ക് നൽകിയവർ അങ്ങനെ അത് കടന്നെത്തുക. മഹാനായ മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ അലി ഹൈദറുൽ കറാർ, അവിടെ എത്തിച്ചേരും. ഉണ്ണനബി പറഞ്ഞു കൊടുക്കുകയാണ്, നീ ദുആ ചൊല്ല്. ഏത് ദുആ? നമ്മുടെ ഉസ്താദുമാരൊക്കെ എപ്പോഴും നിസ്കാരത്തിലൊക്കെ ചെല്ലുന്നൊരു ദുആ തന്നെയാണ്. കേൾക്കുന്നവരൊക്കെ അവരവരുടെ നാട്ടിലെ ഉസ്താദിനോട്, ഇപ്പൊ അത് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിൽ റിജാൽ. ഇത് നീ പതിവാക്കണം. 7 ദിവസം കഴിയുകയാണ്. മദീനയിൽ നിന്ന് വിദൂരമുള്ള സഹാബി 7 ദിവസം കഴിഞ്ഞ് വരികയാണ്. പള്ളിയുടെ സമീപത്തെത്തിയപ്പോൾ മുസ്തഫാനെ കണ്ടപ്പോൾ, അഫ്യാ റസൂലല്ലാഹ്, മാപ്പ് നൽകണം റസൂലേ, പൊരുത്തപ്പെടണം റസൂലേ, ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി. എന്താ പറയാൻ കാരണം? ഇപ്പൊ എന്നെ കടക്കാര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചോദിക്കണില്ല. 7 ദിവസം കൊണ്ട് കടം വീടിയെന്നല്ല ഈ പറയണത്. തങ്ങളെ കിട്ടുന്നുണ്ട്. 7 ദിവസം കൊണ്ട് കടം വീടിയെന്നല്ല ഈ പറയുന്നത്. കടക്കാര് കണ്ടാൽ ശല്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതൊരു ആശ്വാസമല്ലേ? കടം ഉള്ള ആൾക്കാർ ചോദിക്കാതിരിക്കാതെ ഒരു ആശ്വാസം തന്നെയല്ലേ? അള്ളാഹു കടത്ത് നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഇതിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര ബേജാറല്ലേ? എന്തുട്ടങ്ങളും മിണ്ടാണ്ടിരിക്കുന്നത് ശരിയല്ലേ? ചോദിക്കാതിരിക്കാന്നുള്ള ഒരു ആശ്വാസമല്ലേ? വീടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ എനിക്ക് വല്ലാത്ത ശാന്തതയാണ് റസൂലേ. ഇപ്പൊ വീട്ടിൽ കയറിയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചില വീടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ തെറ്റിയാൽ പോലും വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണ്, അതിന്റെ നിർമ്മിതി തെറ്റിയാൽ പോലും ഉണ്ടാവും. അപ്പൊ ഹബീബിങ്ങളെ, പിന്നീട് ഈ സഹാബിയുടെ ചരിത്രത്തിൽ കാണാമായ അദ്ദേഹം ഒരാട് വാങ്ങി. അതങ്ങ് വർധനയായി, അതങ്ങ് വല്ലാതെ വർദ്ധിച്ചു. മദീനയിലെ അതിസമ്പന്നനായി സയ്യിദുനാ ഉമാമ മാറി എന്നാണ് ചരിത്രം. എന്താണ്? പുണ്യനബിയുടെ ഇജാസത്താണ്. പുണ്യനബിയുടെ നൂറാനിയത്തിന്റെ തിരുനാവിൽ നിന്ന് ലഭിച്ച ഇജാസത്തിന്റെ പുണ്യമാണത്. അപ്പോ ഒരടി അടിച്ചു മമ്പർത്ത് തങ്ങൾ. വിഷയം മാറിപ്പോയതാണ്, തിരിച്ചു പോയല്ലേ? ഒരടി അടിച്ചു. സമയമായ പറഞ്ഞോളിട്ടോ. എന്റെ വാച്ച് ഓടാത്ത വാച്ച്, അതാ പ്രശ്നം. വാങ്ങി കൊടുക്കുന്നവരെ പറയല്ലേ? ഇത് ഞാനും പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടില്ല. ഹബീബിങ്ങളെ, മമ്പുറത്തെ തങ്ങള് അവര് പറഞ്ഞു, ഒരടി അടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഈ അടിക്കാണ് ഞാൻ ഇപ്പൊ തെളിവ് പറഞ്ഞത്. ഷെയ്ഖ് ജീലാനി ഹമ്മാദ് തങ്ങൾ അടിച്ചിട്ട് റളിയല്ലാഹു അൻഹു. അങ്ങനെ തങ്ങൾ പാപ്പ ഇറങ്ങിപ്പോയപ്പോൾ നാട്ടുകാരൊക്കെ കൂടി ചോദിച്ചു, ഉസ്താദേ, അപ്പൊ നിങ്ങളാണോ ചാണകം ചവിട്ടി പള്ളി കയറിയേക്കണത്? നിങ്ങളാണോ ചാണകം ചവിട്ടിയത്? ഉസ്താദ് പറഞ്ഞ് ചാണകം ചവിട്ടിയതൊന്നല്ലട്ടാ, പിന്നെന്തുട്ടാണ്? ഞാൻ കൈ കെട്ടിയിട്ട് ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോ നിങ്ങളാരും ചിരിക്കണ്ട, എല്ലാവരുടെയും അവസ്ഥ തന്നെ. നിങ്ങളിപ്പോ ആലോചിച്ച് ചിരിക്കണം. എന്താ പറയുക? പടച്ചോനെ, നമ്മുടെ പള്ളിയിൽ കത്തിയു തന്നെയാണല്ലോ അവസ്ഥ, ആലോചിക്കണ്ട. വൈസൽ വൈസി ഇവിടുത്തെ കത്തിയാണോ? പോയാ ഇല്ല, മുങ്ങിക്കണം. അതെല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെ. നിങ്ങളെ ഉസ്താദ്മാരുടെ അവസ്ഥ അല്ല. നമ്മൾ ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഞാൻ ഫാത്തിഹ ഓതുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം, പടച്ചോനെ എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് ഒരാഴ്ച ആയല്ലോ. മനസ്സിൽ ചിന്ത വരികയാണ്. അപ്പൊ ഒരു അക്കീക്ക അറക്കണല്ലോ പടച്ചോനെ. അക്കീക്ക അറക്കൂലേ? അക്കീക്ക അറക്കില്ലേ? തൃശ്ശൂരൊക്കെ അറക്കാറുണ്ട്. എവിടെ പെരാവ് ചന്തയെന്നാണോ?
തിരൂരങ്ങാടി ചന്തയെന്നാണോ? എവിടുന്നപ്പോ ഒരു പോത്തും കുട്ടിനെ കിട്ടുക? ഏത് നിസ്കാരത്തിൽ ഇയാളിങ്ങനെ ആലോചിക്കുക, ചന്തയിൽ എന്താ ഉണ്ടാകുക? കസ്തൂരിയോ ചാണകം. അപ്പൊ ഇയാള് മനസ്സുകൊണ്ട് ചന്തയിലാണ്. അതാണ് ആധ്യാത്മിക ജ്ഞാനിയായ മമ്പുറത്ത് തങ്ങളുപ്പാപ്പ പറഞ്ഞത്. ഇപ്പൊ ഇയാള് ചാണകത്തിലാട്ട്. അതുകൊണ്ട് കൈയഴിച്ചു. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ സിയം വലിയുള്ളാന്റെ തിരുഹദറത്തിൽ നിൽക്കുമ്പോ, മനസ്സ് പൊട്ടുമ്പോ, നൊമ്പരം പൊട്ടുമ്പോ അവിടത്തെ അറിയുന്നുണ്ട്, അവിടത്തേക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂൻ. ആധ്യാത്മിക ജ്ഞാനികൾക്ക് ചില നയനങ്ങളുണ്ട്. നമ്മൾ കാണാത്ത പലതും കാണാൻ കഴിയുന്ന ഹൃദയത്തിന്റെ കണ്ണുകളാണത്. അത് ആത്മീയമായ കണ്ണുകളാണ്. അതവര് കാണും. നമ്മൾ ഈ പറയുന്നത് സിയം വലിയുള്ള കേൾക്കുന്നുണ്ട്. തെറ്റുകളുണ്ടെങ്കിൽ അവിടുന്ന് മാപ്പ് നൽകട്ടെ. നമ്മുടെ ഈ സാന്നിധ്യം അവരറിയുന്നുണ്ട്. അവിടത്തെ ഹദറത്തിൽ ചെന്ന് മനസ്സിന്റെ നൊമ്പരം പറയുമ്പോൾ അവിടുന്ന് അതറിയുന്നുണ്ട്. പടച്ച തമ്പുരാനോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലേ നമ്മുടെ വിശ്വാസം. അവർ മരിച്ചുപോയി മണ്ണായവരെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കട്ടെ, അതവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവരവിടെ ജീവിച്ചിരിക്കുന്നവരാണ്. അതാണ് മമ്പറം തങ്ങൾ പറഞ്ഞത്. ഈ ഇമാമ് ചാണകത്തിലാണ്. അപ്പൊ നമ്മളും മോമിനികൾ ചിലപ്പോ അബുദാബിയിലും ഷാർജയിലൊക്കെ ലോറിസ്കരിക്കുമ്പോൾ പോയി വരുന്നുണ്ട് എന്ന്. എന്തുകൊണ്ടാണത്? നമുക്ക് ഈ മധുരം കിട്ടാത്തത് കൊണ്ടാണ്. ثلاث من كن فيه وجد حلاوة الإيمان. ഈമാനിനൊരു മധുരമുണ്ട്. അള്ളാഹു നൽകട്ടെ. അതങ്ങ് കിട്ടി അങ്ങ് ലയിച്ചോളും. പിന്നെ നമ്മൾ ഷാർജയിലും ദുബായിലും എവിടെയും പോകില്ല, എവിടെ നിൽക്കും നിസ്കാരത്തിൽ. മുഅ്മിനീങ്ങൾ അങ്ങനെ കിട്ടാതെ നമ്മൾ മരിച്ചു പോവുകയാണ്. ഈ ജീവിതം വേസ്റ്റ് അല്ലേ? സായുജ്യമായ ഒരു ഇബാദത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചടങ്ങായി തീർത്ത ഒരു വേദനയോടെ മരിക്കേണ്ടി വരില്ലേ? അത് കിട്ടിയവരാണ് സിയം വലിയുള്ള. അതാണ് അവർ നമ്മൾ അപ്പൊ എന്താപ്പോ അവരും മനുഷ്യന്മാരായിരുന്നില്ലേ? എന്തിനാണ് ഇപ്പൊ അവരുടെ മസാറ്? എന്തിനാണ് നിങ്ങൾ ഉറൂസ് നടത്തുന്നത്? എന്തിനാണ് അവിടെ പോയി പറയണത്? എല്ലാരും ഒരേപോലെ അല്ലല്ലോ മുഅ്മിനീങ്ങള്. ഈ പറയുന്നവർ ഒരു റക്അത്ത് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടോ പടച്ചോനെ വിചാരിച്ചിട്ട്? ഒരു റക്അത്ത് ആയുഷ്കാലത്തിനിടക്ക് അല്ലാഹ് എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഇറ്റ്സ് എ ചലഞ്ച്. പറ്റിയിട്ടില്ല. എന്നിട്ടാണ് അവർ സിയം വലിയുള്ളാനെ പോലെയുള്ള ആരിഫീങ്ങളെ കുറ്റം പറയുന്നത്. പ്രകടനാത്മകമായ ചടങ്ങായി ഇബാദത്ത് ചെയ്തവർ. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിലെ സകലത്തിനെക്കാട്ടിലും അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോഴാണ് ഈമാനിന്റെ മധുരം ലഭിക്കുകയെന്ന് മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അലാമത്തു ഹുബ്ബില്ലാഹ്. അതുകൊണ്ട് ആ അടയാളം ദവാമുദിക്കിരില്ല. എപ്പോഴും അല്ലാഹനെ ഓർക്കും, സന്തോഷത്തിൽ ഓർക്കും, സന്താപത്തിൽ ഓർക്കും. ഖുർആനിലൊരായത്തുണ്ട്, കടലിന്റെ തിരമാലകൾക്ക് മുകളിലൂടെ നിങ്ങൾ കപ്പലിൽ സഞ്ചാരം ചെയ്യുകയാണ്. ചീറിയെടുക്കുന്ന കടൽക്കാറ്റിൽ നിങ്ങളുടെ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. നിങ്ങൾ പറയും പടച്ചോനെ എന്ന് വിളിക്കും. അള്ളാഹു ഒരു കരുണ ചെയ്ത് ശാന്തമാക്കിയ പിന്നെ പടച്ചോൻ വേണ്ട, പള്ളി വേണ്ട, ആരും നമുക്ക് വേണ്ട. അതുപോലെ തന്നെയാണ് നമ്മുടെയും കാര്യം. നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ ഓടിയെത്തുവിടെ. സന്തോഷമുള്ളപ്പോഴും വരണമെന്ന്, ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം പൈസ നേർച്ചാക്കിയാൽ പോരാ. നല്ല സന്തോഷമുള്ളപ്പോൾ ഒരു 10,000 ഉറുപ്പിക കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്.
അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് പ്രയാസം വരുമ്പോൾ മാത്രം നേർച്ചയാക്കരുത്. അപ്പൊ ഏതായാലും വേണം. നല്ല സന്തോഷവും സുഖവും ഗൾഫിൽ പോയിട്ട് നല്ല സമ്പത്തൊക്കെ അപ്പോഴും കൊടുക്കണം. ഒരു കുഴപ്പമില്ലാത്തപ്പോഴും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യണം. വെറുതെ വന്നു പോവുക, നിങ്ങൾ ദ്വാരെന്തെങ്കിലും വേണ്ടില്ല, അവിടെ ഒന്ന് പോയി നിൽക്കുക. സുഹബത്തിന്റെ മഹത്വം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ചുമ്മാ ഒന്ന് നിൽക്കുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഹൻദല റളിയല്ലാഹു അൻഹു രണ്ട് കൈയും തലയിൽ വെച്ച് വന്ന് പറഞ്ഞു, നാഫഖ ഹൻദല, ഹൻദല കപടനാണ് നബിയേ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൻദല അങ്ങനെയൊന്നും പറയരുതിട്ടാ, നിങ്ങൾ പുണ്യനബിയുടെ ഹദീസുകൾ രേഖപ്പെടുത്തുന്ന മഹാനാണ്, പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ രേഖപ്പെടുത്തുന്ന പദവിയിലിരിക്കുന്ന മഹാനാണ്, കപടനാണെന്ന് പറയരുതേ. അപ്പൊ പറഞ്ഞു, ഞാൻ എങ്ങനെ പറയാതിരിക്കുക അബൂബക്കറെ റളിയല്ലാഹു അൻഹു, നമ്മൾ റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോൾ എന്തോ ഒരു തഖ്വയാണ്, ഈ മസാറിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത സായുജ്യമാണ്. വൈദാ ഖറജ മിൻ ഇൻദിഹി നസീനാ കസീറാ, ഇവിടുന്ന് ഇറങ്ങിയ ഒക്കെ മറക്കുക ഇല്ലേ, ഇവിടുന്ന് ബസ് കയറിയ നമ്മളൊക്കെ മറക്കുക. ഇവിടെ വരുമ്പോ മാത്രം പർദ്ദ, കല്യാണത്തിന് പോകുമ്പോ ചുരിദാറാണെങ്കിൽ പിന്നെ എന്തിനാ മുമ്പിനെ ഇങ്ങോട്ട് വരുന്നത് ഇത്ര അടങ്ങറായിട്ട്? അങ്ങനെ ആണെങ്കിലാ പറയണം. ഇവിടെ വരുമ്പോ മാത്രം തക്കുവ, പുറത്തു പോയാ ഇല്ലാതെ മറക്കാണ്. നമ്മുടെ മദീനയിൽ നടക്കുമ്പോൾ, നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെടുമ്പോൾ തിരുമുസ്തഫാന്റെ സാന്നിധ്യത്തിലുണ്ടായ ആ ഒരവസ്ഥയില്ല. അപ്പൊ അബൂബക്കറില്ലെന്നോ പറഞ്ഞു, ശരി തന്നെയാണല്ലോ, ഇതിപ്പോ എല്ലാവരും അവസ്ഥ തന്നെയാണല്ലോ, എന്നാ പറഞ്ഞോന്ന് പറഞ്ഞു. പുണ്യനബിയോട് ഹൻദല പറഞ്ഞു, നാഫഖ ഹൻദല, ഹൻദല മുനാഫിക്കാണ് നബിയെ, അതുകൊണ്ട് രക്ഷപ്പെടുത്തണം. പടച്ചവനോടല്ല റസൂലുള്ളാഹിനോടാ പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അല്ലെ അള്ളാഹിനോട് പോയി പറഞ്ഞ നാഫഖ ഹൻദല, ഞാൻ മുനാഫിക്കായി പടച്ചവനെ രക്ഷപ്പെടുത്തും. റസൂലുള്ളാഹിനോടാ പറഞ്ഞത്. പുണ്യനബി പറഞ്ഞു, ഹൻദല ഇൻ കുൻതും തദുമൂന അലാ മാ തകൂനൂന മിൻ ഇൻദി വഫിൽ ദിക്രി, എന്റെ അരികിലിരിക്കുന്നത് പോലെ അതേ അവസ്ഥ ഇവിടുന്ന് പുറത്തു പോയാലും നിനക്കുണ്ടായിരുന്നുവെങ്കിൽ, വഫിൽ ദിക്രി, നീ ദിക്റിന്റെ ആളായിരുന്നുവെങ്കിൽ. ഇത് രണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞ 5 പദവിയിലേക്ക് എത്താനുള്ള ഒരു ക്വാളിറ്റിയാണ് ഇത്. ഏത്? ഒന്ന്, ഒരാധ്യാത്മിക സാന്നിധ്യം നമുക്ക് വേണം. പരിശുദ്ധ റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാനിയത്തിന്റെ സാന്നിധ്യത്തിലാണ് തിരു സഹാബ ജീവിച്ചത്. അതുകൊണ്ടാണ് അവർ നക്ഷത്ര തുല്യരായത്. അപ്പൊ നമുക്കൊരു റോൾ മോഡൽ വേണം, നമുക്കൊരു കുറ്റി വേണം. ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന കാരണം അവര് ആദ്യ റമദാനിൽ ചായ കുടിച്ചു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അത് ഉസ്താദുമാരെന്നെ പ്രസംഗിക്കണ വല്ല, ഞാൻ ഒന്നുണ്ട് ഗ്രൂപ്പ് പറയുന്നല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടും. ഒരു നാടന്മാര് പറയണേ. പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ ചെയ്തു പോയതിനൊക്കെ നമ്മളെങ്ങനെ ഇത് വിമർശിക്കുക? ശംസുൽ ഉലമ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മുഅ്മിനീങ്ങളോട് ചോദ്യം? ശംസുൽ ഉലമയുടെ അറിവിന്റെ 10,000-ൽ ഒരു അംശമുണ്ടോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക്? കണ്ണിയത്തെന്ന് പറയുന്ന നവറല്ലാഹു മർക്കദ, അറിവിന്റെ സപ്താകാശങ്ങൾ കീഴടക്കിയ സാഗരപ്പരപ്പിനായി വിശാലമായ അറിവിന്റെ പ്രപഞ്ചം നെഞ്ചെത്തിയ മഹാൻ, ഈ മഹാന്റെ ഹളറത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ സാധുക്കളായ നമ്മൾ എന്തിനു വരാതിരിക്കണം? എന്നിട്ട് സ്കെയിൽ വെച്ച് അളക്കുക. കുരുത്തക്കടാണ് മുഅ്മിനീങ്ങൾ. ഞാൻ വേറൊന്നും ഈ സദസ്സിൽ പറയണില്ല. ആ അളക്കാനുള്ള ഒരു ക്വാളിറ്റി വേണ്ടേ? റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ് രണ്ട് കാര്യം. ഒരു ആധ്യാത്മികമായ സാന്നിധ്യം വേണം, നമുക്കൊരു പിടിവള്ളി വേണം. എന്റെ ഹളറത്തിൽ ഇരിക്കുന്നത് പോലെ ഹൻദല, എന്റെ അരികിൽ നിന്ന് നിങ്ങൾ പോയാലും ആരാണ്? റസൂലുള്ളാഹി ശൈഖ് മുറബ്ബിയാൻ, പരിശുദ്ധ റസൂൽ ശൈഖ് മുറബ്ബിയാൻ. വഫി ദിക്രി, നീ അല്ലാഹനെ ഓർക്കുന്ന ആളാണെങ്കിൽ, അത് വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലല് മാത്രമല്ല, അത് അതിന്റെ ഒരു ഭാഗമാണ്. നിസ്കാരം അതിന്റെ ഒന്നാണ്. അഖിമിസ്സലാത്ത ലിദിക്രി,
എന്നെ ഓർക്കാൻ നീ നിസ്കരിക്കുന്നല്ലേ. ഇവിടെ കുറെ കള്ളത്തൊരീക്കത്തേര് പറയാറുണ്ട്, നിസ്കരിക്കൊന്നും വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മതി. ആ ത്വരീക്കത്ത് നമുക്ക് വേണ്ട, നമുക്ക് സമസ്ത ത്വരീക്കത്ത് മതി. അപ്പോ അള്ളാഹുവിനെ ഓർക്കുകയും ഒരു 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 ആധ്യാത്മികമായ സാന്നിധ്യത്തിന്റെ ഒരു പിടിവള്ളി ഉണ്ടാവുകയും ചെയ്താൽ മലക്കുകൾ നിന്നെ ഷേക്ക് ഹാൻഡ് ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്താണത്? മലക്ക് വന്ന് കൈ പിടിക്കുന്നു. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ജിബ്രീലിന്റെ തിരുകര സ്പർശം ഒരു മുഅ്മിനീനുണ്ടാകുമ്പോൾ കോരിത്തരിക്കുകയും ഹൃദയം വിങ്ങുകയും കണ്ണ് ഒഴുകുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്റായീൽ ഒരു ദിവസം 3 വട്ടം നമ്മളെ നോക്കുന്ന പടച്ചവനെ. ഇപ്പൊ എത്ര വട്ടം കഴിഞ്ഞാണോ? എന്താ നമ്മളിത് കാണാത്തത്? നമുക്ക് മലക്കുകളെ കാണാൻ പറ്റിയ ഒരു ഹൃദയമായിട്ടില്ല. ഏർവാടിയുടെ സമീപമുള്ള കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മലയാളികളുമായി അല്ലെങ്കിൽ കേരളവുമായി അദ്ദേഹത്തിന് ഒരു ആധ്യാത്മിക ബന്ധമുണ്ട്. എന്താണത്? ഉസ്താദ്മാർക്കൊക്കെ അറിയാം, ചോദിക്കല്ല കേട്ടാ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോന്ന് അറിയാൻ വേണ്ടി. എന്താണത്? അറിയില്ലേ? എന്നാ പോട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിലും മാസത്തിലോ കൊല്ലത്തിലോ ഒക്കെ ഒരു ബന്ധം ആ അർത്ഥത്തിൽ അവരോടുണ്ട്. എന്താട്ടെ. അപ്പൊ ഈ സദഖത്തുല്ലാഹിൽ ഖായിരി അവിടെ ദർസ് നടത്തുക. കീഴക്കര പള്ളി ജിന്നുകൾ ഉണ്ടാക്കിയെന്നൊരു ഐതിഹ്യമുണ്ട്, എനിക്കറിയില്ല, ഞാൻ അറിയാത്തത് പറയാറില്ല. അങ്ങനെ മനുഷ്യന് നിർമ്മിക്കാൻ കഴിയില്ല. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കാണുമ്പോൾ അതിന്റെ എന്താ പറയാ, വല്ലാത്ത നിർമ്മിതി മനുഷ്യന് കഴിയില്ല. അവിടെ ദർസ് നടത്തുമ്പോ ഒരു ആള് കയറി വന്നു. ഉസ്താദ് അവരുമായി സംസാരിച്ചു. സംസാരം കഴിഞ്ഞു തിരിച്ചുപോയി. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, സദഖത്തുല്ലാഹ് തങ്ങൾ തന്റെ ശിഷ്യഗണങ്ങളോട് ചോദിച്ചു, ആരാണ് വന്നുപോയതെന്നറിയുമോ? അവർ പറഞ്ഞു, ഒരു അണ്ണാച്ചിയൊന്നുമല്ല, കാരണം തമിഴല്ലല്ലോ പറയണത്. എന്തായാലും ഈ നാട്ടുകാരനല്ല, വേഷമൊന്നും ഈ നാട്ടുകാരൻ്റെ അല്ല. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഈ വന്നുപോയ ആളാരെന്നറിയുമോ? മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട, ഇടികൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് മീകാഈൽ അലൈഹിസ്സലാം ആണ് വന്നുപോയത്. സദഖത്തുല്ലാഹ് തങ്ങൾ പ്രവാചകനല്ല, സദഖത്തുല്ലാഹ് തങ്ങൾ സഹാബിയല്ല, സദഖത്തുല്ലാഹ് തങ്ങൾ മലക്കല്ല. ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആള് മലക്ക് വന്ന് സംസാരിച്ചു എന്ന്. നമുക്കും പറ്റും മുഅ്മിനീങ്ങളെ. പക്ഷെ പറ്റണൊരവസ്ഥയിൽ ഈ ആകട്ടെ നമ്മൾ, അതാണ് ഈ പ്രശ്നം. അതിനുള്ള മാർഗമാണ് ഇത്രയേരം പറഞ്ഞത്. ബദരീങ്ങൾക്ക് സഹായവുമായി റളിയല്ലാഹു അൻഹു മലക്കുകൾ ഇറങ്ങിയില്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ പറ്റിയത്. മലക്കുകൾ ഇപ്പോഴും നമ്മുടെ സമീപത്തുണ്ട്. ഇവിടെ മലക്കുകളില്ലേ? എന്താ കാണാൻ പറ്റാത്തത്? കാണാൻ പറ്റുന്നവരുണ്ടാകട്ടെ, നമുക്കറിയില്ല. അത് പ്രസംഗിച്ച ആൾ ആകണമെന്നില്ല, ഒരു സാധാരണ മനുഷ്യണ്ടായാൽ മതി. വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്, മമ്പുറത്ത് തങ്ങളെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങള് നമ്മുടെ സംഘടനയുടെ മീറ്റിംഗിൽ ലാസ്റ്റ് പറഞ്ഞുവിട്ടേ ദ്വയരക്ക്, ആരാ ദ്വയരക്കേണ്ടത്? ഇതേ സംഭവം മമ്പുറത്ത് തങ്ങളുടെ പേരിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇന്നലെ പാലസ്തീനിൽ അസർ നിസ്കരിച്ച, ഇന്നലെ മഗ്രിബ് അൽ മദീന മുനവ്വറയിൽ നിസ്കരിച്ച, ഇന്നലെ ഇശ അൽ മക്കത്തുൽ മുക്കറമയിൽ നിസ്കരിച്ച ഒരാൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ദ്വയരക്കട്ടെ ഹബീബിങ്ങളെ. ഇന്നാണെങ്കിൽ പോലും അത് നടക്കില്ല. പാലസ്തീനിൽ നിന്ന് സൗദി അറേബ്യയിൽ മദീനയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? വേൾഡ് മാപ്പ് എടുത്ത് പരിശോധിച്ച് നോക്ക്. അന്ന് വിമാനത്തെ സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സംസ്കരിച്ചിട്ട് സുബിയാവുമ്പോ കോഴിക്കോട്ട് എത്താൻ പറ്റില്ല, പറ്റില്ല, അബ്സല്യൂട്ട്ലി പറ്റില്ല. അപ്പൊ ദ്വയരക്കാൻ പറഞ്ഞപ്പോ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. അങ്ങനെ ഒരാൾ പെടുത്തിലുണ്ടാവില്ലല്ലോ. പിന്നെയും പറഞ്ഞു മമ്പുറത്ത് തങ്ങള് ദ്വയരക്കണം ഇത്തിരി ഗൗരവത്തിൽ. അപ്പോൾ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരു പുതിയ അഹമ്മദ് എഴുന്നേറ്റു. ചാവക്കാട്ട മിഠായി തെരുവിൽ കച്ചവടം ചെയ്തിരുന്ന പുതിയ അഹമ്മദ്.
ഇവരുടെ കയ്യിനാൽ മുസ്ലിമായ പുതിയ അഹമ്മദ്, അതാണ് പുതിയ അഹമ്മദ് എന്ന് പറയുന്ന ആൾ, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളല്ലേ എന്നെ കൊണ്ടുപോയത്, ഞാൻ ഒറ്റക്കല്ലല്ലോ, നിങ്ങളല്ലേ എന്നെ കൊണ്ടുപോയത്. കണ്ടോ നിങ്ങള്? അപ്പോ ആരാ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. കാണാൻ കഴിയുന്ന ഒരു സദസ്സിലുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർത്തു വരുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കാത്ത എത്രയോ ദർവേശുകൾ ഇവിടെയൊക്കെ അലിഞ്ഞു നടക്കുന്നുണ്ടാവും. നമ്മൾ 10 റുപ്യ പോലും കൊടുക്കൂല. അവരെ പൈസക്ക് വേണ്ടിയിട്ടുമല്ല, നമ്മൾ അങ്ങനെ കാണുള്ളൂ. അതുകൊണ്ട് ആരെ കണ്ടാലും ഇവിടുന്ന് കണ്ട സലാം പറഞ്ഞോളി. എന്നാ ആരും നിങ്ങൾ വലിയ ആക്കാനൊന്നും നിൽക്കണ്ട, ഒരാളും കുറ്റം പറയാൻ നിൽക്കണ്ട, ആരാന്ന് സ്കെയിൽ വെച്ച് അളക്കാനും നടക്കണ്ട. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഹദറുകളിൽ നമ്മൾ സ്കെയിൽ വെച്ച് നടക്കണ്ട. അതിനുള്ള ക്വാളിറ്റി എന്താ മുമ്പിലുകളെ നമുക്കുള്ളത്? എല്ലാവരും നമ്മുടെ മുമ്പിൽ മുകളിലാണെന്ന് ചിന്തിക്കണം. അപ്പൊ അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടിമകളെ സ്നേഹിക്കേണ്ടത്. അസ്സലാമു അലൈക്കും എന്നൊക്കെ ഇപ്പൊ ഒരു മോഡലൊക്കെ മാറ്റി ആൾക്കാർ അസ്സലാമു അലൈക്കും. ഈ തൃശ്ശൂർ ഞങ്ങളുടെ മൃഗശാലയിൽ പോയാല് സിംഹക്കൂടിന്റെ അടുത്ത് നിന്നാണ്ട് ഒരു മുരളല്, എന്തിനാ മോമിനികളെ ഇങ്ങനെയൊക്കെ ജാട കാണിക്കും? അതൊരു സ്റ്റൈലന്നായിട്ട് മാറിയുണ്ടോ? ദുബുറെന്നൊക്കെ അതിനെടുത്ത് പറയണം. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താന്ന് സിമ്പിളായാൽ, ഇസ്ലാം ഈസ് സിമ്പിൾ ഹംബിൾ റിലീജിയൻ. എന്താ ഒന്ന് സിമ്പിളായാൽ അങ്ങനത്തെ അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. ഈ ഒരു ജാട, ഈ പടച്ചതമ്പുരാനൊക്കെ ഇത് ക്രിയേറ്റീവ് ക്രിറ്റിസം ചെയ്യുന്നുണ്ട്, അള്ളാഹു ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് ജാട കാണിച്ചിട്ടൊരു കാര്യമില്ല. ദ്വായിൽ പോലും ജാട, ദ്വാകളിൽ പോലും ജാട. ഇതൊക്കെ ഈ വലിയുള്ളാന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഹബീബിങ്ങളെ, ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ പേടിക്കുന്നതിനോട് കൂടെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണമെന്നാണ്. വാങ്ങിക്കൊടുക്കാൻ ഏതാണ്ട് സമയമായിട്ടുണ്ട്. പടച്ചതമ്പുരാൻ ഇത്തരം മഹാന്മാരുടെ ചെരുപ്പൊക്കെ എടുത്ത് നടക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ അനുസ്മരിച്ചാൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അല്ലാതെ അവരെ അനുസ്മരിക്കാനുള്ള ക്വാളിറ്റി ഒന്നും നമുക്കില്ല. നോക്കി ചെറുത്തേനെ കടന്നെടുത്താലും നേർമ മത്തൂര കുറവതീനില്ലാമേ. ഈ അട്ടപ്പാടിയിലൊക്കെ തേനെടുക്കുന്നത് ആദിവാസികളാണ്, അൺകൾച്ചറുകളായ അപരിഷ്കൃതരായ ആദിവാസി. പക്ഷെ അവർ തേനെടുത്തു എന്നതുകൊണ്ട് തേനിന്റെ മധുരം കുറയാറില്ല. തേനിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. അള്ളാഹു നമ്മുടെ പാവങ്ങൾ ഇവരുടെ മധു പറഞ്ഞത് കാരണം പുറത്തു തരുമാറാകട്ടെ. ഇവരെ സ്നേഹിച്ചതിന്റെ പേരിൽ നാളെ ഇവരുടെ കൂടെ ഒരു മൂലയില്ലെങ്കിലും സ്വർഗത്തിൽ ഒരു സീറ്റ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദ്വാരക്കണമേ എന്ന് പറയുന്നു. നമ്മുടെ ഒരുപാട് ഉസ്താദുമാർ രോഗികളാണ്. നമ്മുടെ ഒരുപാട് ഉസ്താദുമാർ ഈയിടെയായി മരിച്ചുപോയവരുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ നമ്മുടെ നായകന്മാർ, അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിൽ വലിയ ദറജ കൊടുക്കുമാറാകട്ടെ. സമസ്തയെ ഏറെ സ്നേഹിച്ച, അതിന് ആധ്യാത്മികമായി മുൻതുണ നൽകിയ, പിന്തുണ എന്നല്ല, നമ്മൾ മുൻതുണ നൽകിയ, നമ്മൾ പിന്നിലല്ല മുമ്പിൽ നൽകിയ CM വലിയുള്ള അവരുടെ ആധ്യാത്മികമായ സംരക്ഷണം നമുക്ക്, നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മദദ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ വരാനും ഇങ്ങനെ നിൽക്കാനും സംസാരിക്കാനും കഴിഞ്ഞ സൗഭാഗ്യത്തിന്റെ പിന്നിലെ പ്രപഞ്ചത്തിലെ ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ കാരണങ്ങൾക്കും നന്ദി. അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.